സാധാരണ വെളിച്ചെണ്ണ പോരാ, മായമില്ലാത്ത ഒന്നാം തരം കേരള ബ്രാൻഡ് വെളിച്ചെണ്ണ, കൊളസ്ട്രോൾ പേടിയില്ലാതെ ആവശ്യത്തിനൊഴിച്ച് തേങ്ങാക്കൊത്തും വേണമെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ ചേർത്തൊരു ലോ ഫ്ലെയിമിലെ ചീനിച്ചട്ടിയിൽ വഴറ്റിയെടുക്കുന്ന ബീഫിൻ കഷ്ണങ്ങൾ മാത്രമായ പറ്റുമോ? എത്രയാണെങ്കിലും ഗോതമ്പ് പൊറോട്ട അത്രയ്ക്ക് ആവില്ല. റോസാപ്പൂ പോലെ ഇതളുകൾ സോഫ്റ്റായി മുരിഞ്ഞ നല്ല ചൂട് പൊറോട്ട ചേർത്ത് പിടിക്കാതെ കോംബോ എങ്ങനെ പൂർണ്ണമാകുമെന്ന സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴയാണ്. കയ്യും കാലം പിടിച്ചു വെച്ചൊരു പെൺകുട്ടിയുടെ വായിലേക്ക് ഏതാണ്ട് കുത്തുകയറ്റുന്ന സിനിമാ ടീസർ കണ്ടാൽ RSS ആരോ ആയിക്കോട്ടെ, കേരളത്തെക്കുറിച്ച് അറിയാവുന്ന ആരും ആർത്തു ചിരിച്ച് വയറിളക്കി പോകുന്ന കോമഡിയാണ്. നല്ല ബീഫും കൂട്ടി ആരോ അന്ന് കഴിച്ചത് ഉള്ളിക്കറി. അങ്ങനെ യാഥാർത്ഥ്യവുമായി മുള്ളിത്തെറിച്ച ബന്ധമില്ലാത്തൊരു സംസ്ഥാന വിരുദ്ധ നറേറ്റീവ്, ഒരു സിനിമാ വൈകൃതം കേരളം കാണാനല്ല, അത് കേരളത്തെ മുൻനിർത്തി ഭീകര സംസ്ഥാനമെന്ന ചാപ്പയിൽ അസമാധാനമുണ്ടാക്കി രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ അക്രമിക്കൂട്ടത്തിന് രാജ്യദ്രോഹ പണിയാണ്. സെൻസറല്ല വേണ്ടത്, IPC 124A സെഡിഷൻ കേസെടുക്കലാണ്. കേന്ദ്ര സർക്കാർ പ്രീമിയർ ഏജൻസികൾ പലയാവർത്തി നോക്കിയ സുപ്രീം കോടതിയും തള്ളി. ആഭ്യന്തര മന്ത്രാലയം ലോക്സഭയിൽ ഇല്ലെന്ന് പറഞ്ഞൊരു വ്യാജം പൊക്കിപ്പിടിച്ച് കഴിഞ്ഞ ലോക്സഭയ്ക്ക് മുൻപ് സിനിമയിറക്കൽ, അടുത്ത നിയമസഭയ്ക്ക് മുൻപ് പെർവേർഷൻ 2ാം ഭാഗം പടച്ചുവിട ദുഷ്ടബുദ്ധി ഏതോ ക്യാമാക്കിന്റെയാണോ? അല്ല, ഹൈന്ദവനും ക്രൈസ്തവനും ഒരു ഇസ്ലാം മത വിശ്വാസിയും സമാധാനത്തോടെ ഇരിക്കൽ കണ്ടാൽ തലച്ചോറിൽ ഒരുതരം വിരിവിരിപ്പ്, പേ വൈറസിൽ കയ്യും കാലും ചൊറിഞ്ഞ് പുണ്ണുപോലെ ഇരിക്കപ്പുറതിയില്ലാതെ ചെകുത്താൻ കോട്ട വാഴുന്ന വെറുപ്പിന്റെ തന്തമാർ, ഗീബൽസിന്റെ പിറക്കാതെ പോയ മക്കൾക്ക് ഈ നാട് നാനാവിധമായ ആളുകൾ തെണ്ടിത്തിരിഞ്ഞ് മുടിഞ്ഞു കാണാനാണ് പൂതി. 4 മടക്കിയത് കക്ഷത്തിൽ വെക്കണം സാറേ. ബീഫിനോട് വെറുപ്പാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇറച്ചി എക്സ്പോർട്ട് കമ്പനി ഭരണപാർട്ടിക്കുള്ള സംഭാവന 1-2 അല്ല, കോടികൾ 30 ആ നെയ്ച്ചോറും ബീഫും ചോറും അവിയലും ഞങ്ങൾ ഇഷ്ടമുള്ളത് ഇഷ്ടംപോലെ കഴിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പാളയം പള്ളി ഗേറ്റുകൾ ഇനിയും തുറക്കും. വയനാട് പോലെ ഒരു മല പൊട്ടി വീണാൽ താഴെയുള്ളത് രാമനാണോ ജോസഫാണോ നോക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പോയാലും രക്ഷയ്ക്കെത്താതെ ക്ലാസ്സിൽ പഠിച്ചതല്ല. വെറുപ്പിന്റെ വക്താക്കളെ ഞങ്ങൾ കുടിച്ച അമ്മമാരുടെ മുലപ്പാലിൽ കിട്ടിയ മനുഷ്യബോധമാണ് തകർക്കാൻ നിങ്ങളല്ല നിങ്ങളുടെ പിതൃക്കൾ കൂട്ടിയാൽ കൂടുവോ? അധമ വഴികളിൽ ട്രക്ക് നിറച്ച കോടികൾ വാരിത്തൂറ്റി ഇനി ഉണ്ടാക്കി വെക്ക്. ഈ നാടിനെ കുട്ടിച്ചോറക്കാൻ പ്രപ്പകണ്ടുകൾ വെറിയൻ പള്ളികൾ പൊളിക്കാൻ ഞങ്ങൾ ആഞ്ഞുകത്തും. ആശയത്തി ബന്ധങ്ങൾ കണ്ടം വഴി ഓടിക്കും. കാമാക്യ വിട്ടുപിടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. Yes, I respect. No, not at all. Acha, let me I love it. Okay, I've done documentaries for Kerala. Let me ask you a straight and simple question. On the floor of assembly, the then CM had put a report which said, अभी आप बोलने नहीं, अच्छा आप ही बोलिए, आप ही लोग बोलिए. Sir, if you are going to be blind towards the problem in your state, which is a wonderful state, you are destroying the state. You are responsible, not us. We are bringing a problem to you. In Supreme Court, the sender's report was there is no love jihad. Sir, these are 3 victims here जिनके कोर्ट केसेस में लव जिहाद को एस्टैब्लिश किया गया है. कोर्ट ने establish तो किया. आप नहीं मानना चाहते? No, it's not about Supreme Court. ये The court, कोर्ट का ही कोर्ट के जजमेंट. जजमेंट में लिखे हुए हैं, ऑब्जर्वेशंस में लिखे हुए हैं. सेंट्रल गवर्नमेंट की बात की, हमने कोर्ट की बात की. हम तो कोर्ट के साथ हैं. अगर आज ये जवाब सुनने के बाद भी अगर ये लॉबी या कुछ लोग इस प्रॉब्लम को एक्सेप्ट नहीं करना चाहते तो उन्हें जेन्युइनली अपनी अंतरात्मा में झांक के देखना चाहिए कि क्या उनके अंदर. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ശ്രീ വസന്ത് സിറിക്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ അൻസാരി സുഹരി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസിലേക്കാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്നലെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരുന്നു ഇവരുടെ ഈ പറയുന്ന ആരാണ് കാമാക്യ നാരായണന്റെയും ആ നിർമ്മാതാവിന്റെ വാർത്താ സമ്മേളനം. തമാശയായിരുന്നു. എവിടുന്ന് കുറച്ച് സ്ത്രീകളെ അണിനിരത്തി. അവരോട് പക്ഷേ മാധ്യമങ്ങൾക്ക് വേണ്ട അനുവാദമില്ല. അതിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ആരുമില്ല. ഒടുവിൽ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ വാരി ചുരുട്ടി ഓടി. മലയാള മാധ്യമപ്രവർത്തകരെ പേടിച്ചിപ്പോൾ അക്കൂട്ടം നടക്കാണെന്ന് പറയും. എന്തെങ്കിലും ആട്ടെ, താങ്കൾ NDTV കൊടുത്ത അഭിമുഖത്തിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് താങ്കൾ പറഞ്ഞത് പ്രൊപ്പഗണ്ട സിനിമയല്ല, സെപ്റ്റി ടാങ്ക് സിനിമയെന്നാണ്. അങ്ങനെയാണെങ്കിലും അതങ്ങനെ പറയാൻ പാടുണ്ടോ ശ്രീ ജോൺ ബ്രിട്ടാസ്? അല്ല, അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മലയാളിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മുനിസിപ്പൽ ഗാർബേജ് വേസ്റ്റ് നമ്മുടെ ഭൂമുഖത്തിട്ടാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ലോകത്തിന് മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനം. 3 മതവിഭാഗങ്ങൾ സമാധാനത്തോടെ മതമൈത്രിയോടെ ജീവിക്കുന്ന ഒരു പ്രതലം. ഈ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഈ രൂപത്തിൽ വക്രീകരിച്ച് ധ്രുവീകരണത്തിന് വേണ്ടി ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? മാത്രമല്ല, ഇന്നലെ ഹാബിറ്റാറ്റ് സെൻറ്ററിൽ അവർ നടത്തിയ പത്രസമ്മേളനം ഒരു ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒരു പ്രതിഫലനമായിരുന്നു. എവിടുന്നോ ഒരു 10-30 പേരെ കൊണ്ടുവന്നു. കേരള സ്റ്റോറി 2 എന്നാണ് പേര്.
ഒരു മലയാളിയെ പോലും അവിടെ കൊണ്ടുവന്നില്ല. അത് ചോദ്യം ചെയ്ത മലയാള മാധ്യമപ്രവർത്തകരോട് ഈ സിനിമയുടെ ശില്പികൾ പറയുകയാണ്, സിനിമ അതൊന്നും വിളിക്കാൻ പറ്റില്ല ആഷ്മി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്തൊരു സാധനമേ പറയാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തെ നന്മയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ സെപ്റ്റി ടാങ്കിൽ ഇടേണ്ട ഒരു സിനിമ എടുത്തിട്ട് പറയാണ്. അതായത് കേരളത്തിൻ്റെ ഇത്രയും നല്ലൊരു സംസ്ഥാനം, പ്രകൃതി ഭംഗിയുള്ളത്, ആ സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പ്രസക്തമായിട്ട് 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏതാനും വർഷം മുമ്പ് പാർലമെൻറ്റിൽ സമർപ്പിച്ച ഒരു വിശദീകരണമുണ്ട്. ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റിപ്ലൈ, ഇത് ലോക്സഭയിൽ ഒരു നക്ഷത്ര ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് പറയുന്നതാണ്. നോ സച്ച് കേസ് ഓഫ് ലവ് ജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി സെൻട്രൽ ഏജൻസീസ്. ഇതാണ് ലോകസഭയിൽ വന്ന ചോദ്യം. ഇതിന് ശേഷം സുപ്രീം കോടതിയിലൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നു. ഏതാനും കേസുകൾ NIAക്ക് റെഫർ ചെയ്തു. NIAയുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഡൽഹിയിൽ നിന്നിറങ്ങുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അവരെന്താ പറഞ്ഞത്? ഇതിൽ ലവ് ഉണ്ട്, ജിഹാദില്ല, പ്രണയ പരാജയം മുൻനിർത്തിയുള്ള ആരോപണങ്ങളാണ്. ആരാ പറയുന്നത്? NIA. ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഈ വസ്തുത ഇങ്ങനെ ആയിരിക്കെ ഒരു സംസ്ഥാനത്തെ അവഹേളിക്കാൻ വേണ്ടി, ഒരു മതവിഭാഗത്തെ ഡീമണൈസ് ചെയ്യാൻ വേണ്ടി, പൈശാചികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള തൊട്ടി സെപ്റ്റി ടാങ്ക് സിനിമകൾ എടുത്താൽ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്? സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാഷ്മി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട തലക്കെട്ട് പരിഗണനയ്ക്ക് വന്നു. ഗൂസ്കോർ പണ്ഡിറ്റ് എന്നാണ് ആ മനോജ് വാജ്പേയി അഭിനയിക്കുന്ന ആ സിനിമയുടെ തലക്കെട്ട് പേര്. ഗൂസ്കോർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോക്കിയൽ ഭാഷയാണ്. നമ്മുടെ നാട്ടിൽ കള്ളൻ പവിത്രൻ എന്നൊക്കെ പറഞ്ഞ പേരുള്ള പോലത്തൊരു സിനിമ പോലെ കള്ളൻ പണ്ഡിറ്റ് എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ 2-അംഗ ബെഞ്ച് പറഞ്ഞു, എങ്ങനെയാണ് ബ്രാഹ്മൺ വിഭാഗത്തെ എന്ന് ഊഹിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ അപമാനിക്കുന്നത്, അവഹേളിക്കുന്നത്? ഇത് മൊറാലിറ്റിക്കും ധാർമ്മികതയ്ക്കും പബ്ലിക് ഓർഡറിനും എതിരാണ്. ഒരു സിനിമയുടെ തലക്കെട്ടിലുള്ള ഒരു കൊളോക്കിലായിട്ടുള്ള ഒരു പ്രത്യേകതയെ ഈ രൂപത്തിലാണ് സുപ്രീം കോടതി കണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ സെപ്റ്റി ടാങ്ക് സിനിമയെ സുപ്രീം കോടതി കാണേണ്ടത്? ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടിയിട്ട് അതിൻ്റെ ടീസർ പിൻവലിച്ചു. ടീസറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പെൺകുട്ടിയെ നിർബന്ധമായിട്ട് ഈ ബീഫ് തീറ്റിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ വിവരദോഷികളായ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ ഹിന്ദു വിഭാഗക്കാരൊന്നും ബീഫ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള BJP നേതാക്കൾ ബീഫ് കഴിക്കുന്നവരല്ലേ? അവരാരും അത് പറയാതിരുന്നിട്ടുണ്ടോ? എത്രയോ BJP നേതാക്കൾ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഡൽഹി ചെന്ന് കഴിയുമ്പോൾ ഈ കൗ എന്ന് പറയുന്നത് ഇവർക്ക് മമ്മിയാണ്, കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ എമ്മിയാണ്. ഇനി ഇവരുടെ കാപട്യത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. പാർലമെൻറ്റിൽ 2024 ഡിസംബറിൽ വന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയിൽ നമ്മുടെ സുനീറിൻ്റെ ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ബീഫിൻ്റെ 59% ഇവർ പറയുന്ന ഡബിൾ എൻജിൻ മാതൃകാ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്നാണ്. അങ്ങനെ ഉത്തർപ്രദേശിൽ നിന്ന് ബീഫ് ഉണ്ടാക്കിയിട്ട് കയറ്റുമതി ചെയ്യുക, അതിനുശേഷം അല്ല ബ്രിട്ടാസ്, ഇവിടെ സ്ക്രോൾ ഡോട്ട് ഇൻ പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ട് കമ്പനി BJP കൊടുത്ത അല്ലാന എക്സ്പോർട്ട് BJP കൊടുത്ത സമ്മാനം 30 കോടിയാണ്. BJP നേതാവ് സംഗീത് സോം ഡയറക്ടറായിരുന്ന കമ്പനിക്ക്, ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് പേര് അൽദുവ, അജയ് സൂദിന്റെയും സുനിൽ സൂദിന്റെയും കമ്പനിക്ക് പേര് അൽനൂർ, സുനിൽ ജഗദീഷിന്റെ കമ്പനിക്ക് പേര് അറേബ്യൻ എക്സ്പോർട്സ്. ഇവരെല്ലാം BJP-കാരാണെന്ന് ഞാൻ പറയല്ല. അപ്പൊ അത് കാരണം ഈ ഒരു പ്രത്യേകതരം ബീഫ് വിരോധമേ ഉള്ളൂ, കാശ് വന്നാൽ കുഴപ്പമില്ല. അശ്മി, ഞാൻ അതിലേക്ക് പോകണ്ടെന്ന് വെച്ചതാ. എനിക്ക് ഇവരെയൊക്കെ അറിയാം. ഈ കമ്പനികളിലെ പ്രൊമോട്ടർമാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം വ്യാപാരി, ഒരു കച്ചവടക്കാരൻ, ഒരു തുണിക്കച്ചവടക്കാരൻ ഉത്തരാഖണ്ഡിലെ കോട്ട്വാറിൽ ബാബ എന്നുള്ള പേരിട്ടപ്പോൾ, ബാബ എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളിലും ബാബയുണ്ട്, ആ ബാബ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാരനെ പീഡിപ്പിച്ചവരാണ് ഈ ബജ്റാന്നുള്ള ആൾക്കാർ. അവരാണ് മുസ്ലിങ്ങളുടെ പേരിൽ മുസ്ലിം പേരുകൾ വെച്ചിട്ട് ഈ ബീഫ് എക്സ്പോർട്ട് കമ്പനികൾ അവിടെ ഉത്തർപ്രദേശിൽ നടത്തുന്നത്. ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ കള്ളം പ്രചരിപ്പിച്ച് ഈ വിദ്വേഷവും വെറുപ്പും ജനിപ്പിച്ച് എങ്ങനെയെങ്കിലും
തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രചരണമൊക്കെ. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, ഈ കേരള സ്റ്റോറി 2 എന്നുള്ളത് ഒരു കാരണവശാലും ബാൻ ചെയ്യാൻ പാടില്ല. അതൊക്കെ മലയാളികൾ കാണണം. ഇപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറിയെക്കുറിച്ച്, ഈ കേരള സ്റ്റോറിയെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മീംസ്, ട്രോളൊക്കെ കണ്ടാലുണ്ടല്ലോ, അല്പം ഉളുപ്പുള്ള ആരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ, ഗംഗാ നദിയിൽ ചാടിച്ചാകും, മുങ്ങിച്ചാകും. എമ്മാതിരി പ്രയോഗങ്ങളാണ്. ഇതെങ്കിലും കണ്ടിട്ട് ഇവന്മാർക്ക് തങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയുടെ ഈ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അല്ല ശ്രീ ജോൺ ബ്രിട്ടാസ്, അവരുടെ ലക്ഷ്യം കേരളമല്ല. ഞാൻ വ്യക്തിപരമായ ഒറ്റ അനുഭവം പറഞ്ഞോട്ടെ. ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനത്തിലുള്ള കാലത്ത് ഒരു ഇലക്ഷൻ സമയമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്സഭാ ഇലക്ഷൻ കാലമാണ്. ഞാൻ ഒന്ന് ലീവിന് നാട്ടിൽ തിരിച്ചു. നമ്മളെ അവിടെ ചാണക്യപുരിക്കടുത്ത് സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു ബായുടെ കണ്ട് അവിടെ പോയി, എന്താണ് വലിയ സ്നേഹമാണ്. നാട്യവും തിരിച്ചു പോയപ്പോഴേക്കും പുള്ളിക്കനോട് ഭയങ്കര ദേഷ്യം. ക്യാ ഗുസായ ബായ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു വീഡിയോ കാണിച്ചു തരാണ്. വീഡിയോയിൽ എന്താണ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പച്ചക്കൊടി വെച്ച് ഇത് നടത്താൻ എന്താ പ്രചരണം. എന്നോട് പറയുന്നത് എന്താണ്, തും ലോഗ് പാകിസ്ഥാനീസ് എന്നാണ് പറയുന്നത്. ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല ബായി, ഇത് മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അവരുടെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്നോട് ഭയങ്കര ദേഷ്യം. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശം ഇവിടെ അല്ല ജോൺ ബ്രിട്ടാസ്, കേരളത്തിന് പുറത്ത് കേരളത്തെ പറ്റി ഇത്തരത്തിൽ ഗുസ്സ ഉണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക. അല്ല, അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ കേരളത്തിന് വെളിയിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളും ഈ ഒരു സിനിമയ്ക്ക് പിന്നിലുണ്ട്. ശരിയാണ് ഹാഷ്മി പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബീഫ് കഴിക്കുന്നവരല്ലേ, നിങ്ങൾക്കൊന്നുകൊണ്ട് പോർക്ക് കഴിക്കാൻ പറ്റുമോ, ധൈര്യം ഉണ്ടെങ്കിൽ. അതായത് കേരളം എന്തോ ഒരു ഇസ്ലാമിക ഭരണകൂടം നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് പോർക്ക് നിരോധിച്ചിരിക്കുകയാണ്, പോർക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലേക്ക് പോയി, എവിടെ നിന്നാണ് അപ്പം പോർക്ക് വേണ്ടത്? ആ പോർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിങ് ഇവർ നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിലേക്ക് വരുന്നുണ്ട്. ഇതുപോലുള്ള സിനിമകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിലുള്ള മതമൈത്രിയെ തകർക്കാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. ഇവർക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ആ ദാദ്രിയിൽ ബീഫ് വെച്ചു എന്നും പറഞ്ഞ് വലിച്ചിറക്കി ഇവരെല്ലാം കൂടി കൊന്ന ഒരു മുഹമ്മദ് അക്കലാഖ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ എടുക്കണം. അല്ലെങ്കിൽ ബിൽക്കീസ് ബാനുവിൻ്റെ പേരിൽ ഒരു ഗുജറാത്ത് സ്റ്റോറി എടുക്കണം. അതല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച ജസ്റ്റിസ് ലോയയുടെ പേരിൽ ഒരു സിനിമ എടുക്കണം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ട്വാറിൽ ഒരു മുസ്ലിം കച്ചവടക്കാരന് വേണ്ടി ചങ്കുറപ്പോടെ നിന്ന് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ദീപക് കുമാറിൻ്റെ പേരിൽ ഒരു സിനിമ എടുക്കണം. അല്ലെങ്കിൽ ഇവരിപ്പോൾ കാശ്മീർ ഫയൽസും കേരള ഫയൽസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അവർ എപ്സ്റ്റൈൻ ഫയൽസ് എന്നുള്ള പേരിൽ ഒരു സിനിമ എടുക്കട്ടെ. അപ്പോൾ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ഈ കേരളം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു പ്രതലത്തെ അവഹേളിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനോട് പ്രതിക്രിയ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നത്. ഓക്കെ ജോൺ ബ്രിട്ടാസ്, അങ്ങേക്ക് ഒരു തിരക്കുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ട്. ഞാൻ താങ്ക് യു ജോൺ ബ്രിട്ടാസ്. ശ്രീ ഷാവ് പ്രസാദ്, ഇവിടെ ദുരന്തർ എന്നൊരു സിനിമയുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് പ്രൊപ്പഗണ്ട സിനിമയാണ്. എന്ത് രസമുള്ള സിനിമയാണ്, കണ്ടുകൊണ്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പഗണ്ട ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒന്നാം കേരള സ്റ്റോറി ഞാൻ കണ്ടതാണ്. നാലാംകിട ചവറുപടം, എന്തെങ്കിലും നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. അതിന് സിനിമാറ്റോഗ്രാഫി അങ്ങേയറ്റം വഷള് സാധനം, ഈ ഡയലോഗ് അങ്ങേയറ്റം വഷള്. ഒരു നാലാംകിട ചവറുപടം, ആ പടത്തിന് കേന്ദ്ര പുരസ്കാരം കിട്ടി പോട്ടെ. ആ പടത്തിനടക്കം താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്തു. ദോ വരുന്നു കേരള സ്റ്റോറി എന്ന് താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്താണ്. അപ്പോൾ രണ്ടാം കേരള സ്റ്റോറിക്കും ആ ദാ വരുന്നു പ്രൊമോഷൻ കൊടുക്കുകയല്ലേ ശ്രീ ഷാബു? ഹാഷ്മി, ഞാനത് ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇവിടെ കേരളത്തിനെ, നമ്മുടെ സംസ്ഥാനത്തിനെ ഇവിടെ ബി ജെ പിക്കാർ സംഘികൾ കണ്ടമാനം അങ്ങ് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ് പോയെന്ന് തോന്നുന്നു. എന്തായാലും ആ പണി, കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന, കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന ആ പണി നല്ല വൃത്തിയായിട്ട് ജോൺ ബ്രിട്ടാസും AR റഹീമും ഒക്കെ പാർലമെൻറ്റിൽ കിടന്ന് കാണിക്കുന്നത് ലോകം കാണുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വേറെ ആരുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇനി മറ്റൊന്ന്, ഇപ്പം ഇവിടെ ഈ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഹാഷ്മി. ഇറങ്ങാത്ത ഒരു സിനിമയെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് നിരോധിക്കുകയൊന്നും അല്ല വേണ്ടത്.
ഇറങ്ങട്ടെ, നാട്ടുകാർ കാണട്ടെ, നാട്ടുകാർ വിലയിരുത്തട്ടെ. ഇഷ്ടമുള്ളവർ നല്ലത് പറയട്ടെ, അല്ലാത്തവർ പറയട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ ഇത്. നമ്മളിവിടെ ഈ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നടന്നിട്ട് നമ്മളെന്തിനാണിത്? അത് വരട്ടെന്നേ, സൗകര്യമുള്ളവർ കാണട്ടെ. പിന്നെ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു പ്രൊപ്പഗാൻഡ, നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു, ഒരു പ്രൊപ്പഗാൻഡ ചർച്ച ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതെന്നൊന്നും അല്ല നമ്മുടെ സെക്യുലർ ഫാബ്രിക് എന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ്, എത്ര സില്ലിയായിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കാണുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയാണോ? നമ്മുടെ കേരളം ചിരിച്ചേ ഉള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ മീം അല്ല, ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ മീം കണ്ടറിയാം, നമ്മൾ ചിരിച്ചേ ഉള്ളൂ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന് പുറത്ത് കേരളം ഒരു മഹാഭീകര സംസ്ഥാനമാണ്. കേരളത്തിനകത്തൊരു ചുക്ക് സംഭവിക്കില്ലെന്ന് ഒരു തർക്കവുമില്ല, ആൾക്കാർ ചിരിച്ചുള്ളൂ. കേരളത്തിന് പുറത്ത് കേരളം ഒരു ഭീകര സംസ്ഥാനമാണ്. അത് തിന്മയുടെ ഈ പറഞ്ഞ പോയിന്റാണ്. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. തൂ ലോക് പാകിസ്ഥാനി ഹേ എന്ന് ഒരാൾ പറഞ്ഞ് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ നടത്തിയ കള്ള പ്രൊപ്പഗൻഡയുടെ ആഫ്റ്റർ എഫക്റ്റാ, പച്ചക്കള്ളം പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഒരു കാര്യമുണ്ട്. അപ്പം ഈ ഹാഷ്മി, ഈ നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ 100 കോടി 136 കോടി ജനങ്ങളും ബാക്കിയുള്ളത് മുഴുവനും ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന മതേതരത്വം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്, ഭീകരന്മാരാണ്, ഭീകര ചിന്താഗതിക്കാരാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? എന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഒരു സിനിമയല്ല, ഒരു കേരള സ്റ്റോറിയാണോ? ഒന്നാം കേരള സ്റ്റോറിയാണോ? രണ്ടാം കേരള സ്റ്റോറിയാണോ? ഇവിടെ കർണാടകത്തിൽ വന്ന് ദോ നോക്കൂ കേരളം അതുപോലെ ആവാതെ ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? 80-20 എന്ന് പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെ പറഞ്ഞു ഇവിടെ സംഘ നേതാക്കൾ ഈ കേരളത്തെ തിന്മയുടെ സംസ്ഥാനമായി കാണിക്കാൻ? ഷാബു, വെറുപ്പത്തിലാണ് കേരളത്തോട് ഇത്രയും പറയുന്നത് കേൾക്കൂ. അടങ്ങ്. അതായത് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഹാഷ്മിയുടെ ഇൻട്രോയിലടക്കം നിങ്ങളുടെ ഇവിടുത്തെ ചാനലിൽ, ഇവിടെ ഈ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ദാ കണ്ടില്ലേ ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനം, അതാണ് ഇതാണ്, അത് ഭീകര ഭരണമാണ് എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയാറില്ലേ? ഈ അവകാശം വായിലെ നാവ് നിങ്ങൾക്ക് മാത്രമല്ല ഹാഷ്മി. എവിടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളടക്കം ഹാഷ്മിയുടെ ഈ നിങ്ങളുടെ ഈ 24ന്റെ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനമാണെന്ന് പറഞ്ഞ അവർ ഒറ്റ വിഷയം ചൂണ്ടിക്കാണിക്കാവോ? ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം ഭീകര സംസ്ഥാനമാണ്, ഈ കേരളത്തെ പറയുന്ന ഈ പറഞ്ഞ വൃത്തിയോട് പോലെ പറഞ്ഞ ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാവോ വ്യാജമായിട്ട്? മുസ്ലിങ്ങൾ, നിങ്ങളുടെ ആർക്കൈവ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. അവിടെ പറയുന്നത് ഗുജറാത്ത് ഭീകര ഭരണമാണ്, അവിടെ മരണത്തിന്റെ വ്യാപാരിയാണ്, അത് വ്യാപാരികളാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ വളരെ ശക്തമായ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രചരണം നടക്കുന്നുണ്ട് ഹാഷ്മി. അപ്പൊ ഈ അവകാശം എന്ന് പറയുന്നത് വായിലും നാവും നിങ്ങൾക്ക് മാത്രമല്ല, വ്യാജമല്ല, വാർത്തയാണ്. അവർക്കുണ്ട്. ഗുജറാത്തിൽ ഒരു വംശഹത്യ നടന്നു, അത് വാർത്തയാണ്. പെഹ്ലുഖാനെ നേരത്തെ ബ്രിട്ടാസ് അഖിലാഖിനെ അടിച്ചു കൊന്നു, ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാണ്. പെഹ്ലുഖാനെ അടിച്ചു കൊന്നു, ബീഫിന്റെ പേരിലാണ്. റക്ബർ ഖാൻ, അലിമുദ്ദീൻ അൻസാരി, കാസിം ഖുറേഷി, മഹാരാഷ്ട്രയിലെ റിയാസും സിറാജും ബീഫിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാവടക്കം ക്രൈസ്തവർക്കെതിരെ കാട്ടിക്കൂട്ടിയ പേ ആക്രമണങ്ങൾ വ്യാജമാണോ? അത് വാർത്തയാക്കും. അതുപോലെയാണ് ഈ കള്ളം പറയൽ, പ്രൊപ്പഗണ്ട പറയൽ. ഒരാദിവാസിയെ ഭക്ഷണത്തിന്റെ പേരിൽ, ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആദിവാസിയെ തല്ലിക്കൊന്ന ഈ കേരളം ആദിവാസി വിരുദ്ധമാണോ? ആണോ? അങ്ങനെ എത്ര ക്രൈംസ് കേരളത്തിൽ നടക്കുന്നു? എത്ര ക്രൈമുകൾ കേരളത്തിൽ നടക്കുന്നു? ഇവിടെ അമ്പലക്കൊള്ള നടക്കുന്നു. അല്ലല്ല ഷാബു, ഇല്ല ഷാബു, താങ്കൾ പറയാൻ ഇത് മൊത്തം വ്യാജ വാർത്തയാണ്. ഒരൊറ്റ വ്യാജ വാർത്ത പറ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മോശമാണ് ചിത്രീകരിക്കാൻ പറഞ്ഞ ഒരൊറ്റ വ്യാജ വാർത്ത പറ. ഈ കേരള സ്റ്റോറി കള്ളക്കഥ പോലെ. അങ്ങനെ അത് തന്നെ പറഞ്ഞ വാർത്തയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. വാർത്തയെ വളച്ചൊടിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച് ഒരു വാർത്ത പറയൂ ഷാബു. വക്രീകരിച്ച് പ്രചരണം നടത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ രാജ്യം 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരുപാട് ക്രൈമുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അത് ആ സംസ്ഥാനത്തിന്റെ കുറ്റമാണ് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കുറ്റമാണ് എന്ന് പറയുന്നതാണ് പ്രൊപ്പഗാൻഡ. എന്ന് പറയുന്നത് അല്ല പ്രൊപ്പഗണ്ട. അവരുടെ അവിടെ ഭരിക്കുന്നവരുടെ വീട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന അല്ല പ്രൊപ്പഗണ്ട. ഇത് ബീഫ് കുത്തിക്കയറ്റുന്ന ഒരു പച്ചക്കള്ളം എഴുതി വെച്ചൊരു ടീസറും അതുമായി പുലബന്ധം പോലും ഇല്ലാത്ത കള്ളക്കണക്കും വെച്ച് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി എന്നുണ്ടാക്കി വിടുന്നതാണ് പ്രൊപ്പഗണ്ട. ഷാബു, ഉള്ളത് പറയുന്നതല്ല പ്രൊപ്പഗണ്ടയാവോ? നിങ്ങൾക്ക് അല്ല, ഈ നാട്ടില്
ഈ നാട്ടിൽ സിനിമ എടുക്കാനും അതിനെ ഒരു ഫീച്ചർ സിനിമ എടുക്കാനും അതിൻ്റെ അകത്ത് ഭാവനകൾ കയറ്റാനും ഇറക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ കേരളത്തിൽ വന്നല്ലോ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ ഈ കേരളത്തിൽ വന്നു. ഇതേപോലെ തന്നെ എല്ലാവരും പുരോഗമന സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളെ മുഴുവനും ഇതുപോലുള്ള അനാചാരങ്ങളുടെ ഒരു കൂടാരമാണ് എന്ന പ്രൊപ്പഗാൻഡ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു സിനിമയായിരുന്നു അത്. 1-2 കൊല്ലമായിട്ടുള്ളൂ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. കാശ്മീർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഈ നാട്ടില് അതുപോലെയാണ് ഒരു സംസ്ഥാനത്തെ മുഴുവൻ ബാക്കി സംസ്ഥാനത്തിന്റെ മുകളിൽ ഒരു ഭീകര സംസ്ഥാനമാണ്. ഇവിടെ ബീഫുകളുടെ ആരൊക്കെ കയ്യും കാലും പിടിച്ച് അണ്ണാക്കിലെ കുത്തിക്കേരി കൊടുക്കാനാണ് എന്നൊക്കെയുള്ള പച്ചക്കള്ളം അങ്ങേക്ക് പോലും ദഹിക്കും. ഈ സാധനം ഷാഹു പ്രസാദ് ഇപ്പൊ ഒന്നാം കേരള സ്റ്റോറി വലിയ ഗംഭീര സിനിമയാണ്, കാണണമെന്ന് പറഞ്ഞ് ഇട്ട് അങ്ങിടുവോ? ഈ സിനിമയ്ക്ക് ഇടുവോ? ഇല്ല, അങ്ങേക്ക് പോലും ദഹിക്കില്ല. ഹാഷ്മി ഇതൊരു ഫീച്ചർ സിനിമയാണ്, ഡോക്യുമെന്ററി അല്ല. കല എന്നാൽ അത് കള്ളമാണ്. കലയ്ക്കകത്ത് ഭാവനയുണ്ടാകും, പല അസംഷൻസ് ഉണ്ടാകും, ഈ പറഞ്ഞ പോലെ ആശയങ്ങളെല്ലാം ഉണ്ടാകും. ഇതിനെ കലയെന്ന് വിളിക്കല്ലേ? ഇത് സത്യത്തിന്റെ കൊലയാണ്. ശരി, ഇത് കലയെന്ന് വിളിക്കല്ലേ? ഇത് സത്യത്തിന്റെ കൊലയാണ്. അത് ഹാഷ്മി, അത് ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാനല്ലേ ഹാഷ്മി തീരുമാനിക്കും. അല്ല, ഞാൻ പറയാണ് അത് കലയും ഒന്നുമല്ല, അത് കൊലയാണ്. സത്യത്തിന്റെ കൊല. ബസന്ത്, ഞാൻ പടം കണ്ടിട്ടില്ല. പടം കാണാതെ ഞാൻ പടത്തിനെ പറ്റി അഭിപ്രായം പറയുകയുമില്ല. ശരി, അതങ്ങ് മഹത്തായ കലാരൂപം എന്ന് പറയുകയാണെങ്കിൽ അങ്ങ് മഹത്തായ കലാരൂപം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. വിട്ടേക്ക്, അതിന്റെ നിലപാടാണ്. ഒരു കാര്യം കൂടെ ഹാഷ്മി, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി. ഈ നാട്ടിലെ സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, മഹാബലിക്കൊരു കത്ത് എന്നാണ് ആ കവിതയുടെ പേര്. അന്ന് ചമതയും പൂണൂലുമായി വന്നു മണ്ണുദാനം വാങ്ങി വഞ്ചിച്ച വാമനൻ വിഷ്ണുവാണത്രേ മഹാവിഷ്ണു ഞാനിരുന്ന് ഉഷ്ണിച്ച് കത്തി ജ്വലിച്ചുപോയി കണ്ണുകൾ. ഇവിടെ വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പ്രൊപ്പഗാൻഡയല്ലേ? എന്റെ പൊന്നു ഷാഹു പ്രസാദ്, നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും നാലാംകിട ചവറെടുത്ത് നടക്കുന്ന ഈ പ്രൊപ്പണ്ട ഉണ്ടാക്കുന്ന കാമാക്കിനെയും കേരളത്തിൽ സ്വന്തം വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? അയ്യേ, ഞാനതല്ല പറഞ്ഞ പടം വരട്ടെന്നേ, പടം വരട്ടെ. ഈ കേരള സ്റ്റോറി പേരിടാൻ, കേരള സ്റ്റോറി എന്തിനാണ് പേരിട്ടത്? അവർക്ക് സൗകര്യമുള്ളതുകൊണ്ട് ഇട്ടു. അങ്ങനെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഈ നാടിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞ് അതിന് നാടിനെ പേരിടാൻ പറ്റില്ല. പറ്റില്ല, അത്രേ ഉള്ളൂ. അത് കേരളം തീരുമാനിക്കും. അത് കേരളം നമുക്ക് തീരുമാനിക്കുന്നേ. അത് കേരളം കോടതി പോയി. ഓക്കെ, ഒരാൾ കോടതി പോയി, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. കോടതി പോയി സാറേ, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. ഓക്കെ, കോടതി പോയി, ടീച്ചർ പിൻവലിക്കേണ്ടി വന്നു. ഓക്കെ, ശ്രീ വസന്ത് ശ്രീയൊക്കെ ഇവിടെ കോടതി പറഞ്ഞാൽ ആർക്കും അത് ചെയ്യേണ്ടി വരും. ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ രാജ്യത്തെ സമൂഹത്തിനെ മുഴുവനും നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞത് ശ്രീ ഷാഹു പ്രസാദ്, ഇവിടെ BJP-ക്കാരാവട്ടെ RSS-കാരാവട്ടെ ഈ പറയുന്ന രീതിയിൽ ഇനി എത്രത്തോളം ഏത് എക്സ്റ്റെൻഡിൽ മതപര തലക്കി പിടിച്ച്, ഞാൻ BJP RSS അല്ല, എക്സൽ മതപര തലക്കി പിടിച്ചവരാവട്ടെ ഈ സിനിമ ചിരിച്ച് മണ്ണ് തപ്പും. കാര്യം കേരളത്തിലുള്ളവർ എത്രയാണെങ്കിലും കുറച്ചെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുള്ളവരാ. ഞാൻ കേരളത്തിന് പുറത്തെ കാര്യം പറഞ്ഞു, വിട്ടേക്ക്. ശ്രീ വസന്ത് സരിയക്ക് ഇവിടെ കാമാക്യ നാരായണനോ എന്ന് പറയുന്ന ഒരാളെയും വയലാറിനെയും കമ്പയർ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ വെടിവെക്കുന്ന വീഡിയോ ഇടുന്ന അവിടുത്തെ BJP ഹാൻഡിലാണ്. പുഷ്കർ സിംഗ് ധമിയും യോഗിയും തുപ്പിയ വർഗീയത കയ്യും കണക്കുണ്ടോ? അത് വാർത്തയാവും. ആ വാർത്തയും ഇതുപോലൊരു പച്ചക്കള്ളം പടച്ചുവിടുന്ന പ്രൊപ്പഗണ്ട സിനിമയും താരതമ്യമുണ്ടോ? വയലാറിൻ്റെ വാലയെ കെട്ടാൻ പോയിട്ട് വയലാറിൻ്റെ വാലയെ കെട്ടിയ വള്ളി അത് കഴുകിയ വെള്ളം കുടിക്കാൻ യോഗ്യതയില്ലാത്തവനായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ പേര് കാമാക്യ എന്നാണ് ഹാഷ്മി. നാട്ടുകാർ ഈ പടം കണ്ടിട്ടല്ല, ഇതിന്റെ ടീസർ കണ്ടിട്ട് ചോദിക്കാണ് കാമാക്യ കോലംകെട്ട്, ഹേ ക്യാ കോലംകെട്ടാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത് ഷാഹു പ്രസാദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും അല്ല, ഷാഹു പ്രസാദ് ഒരു മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് വഴങ്ങാം. ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞ പോലെ, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ പറയുന്ന ഭാവനയൊക്കെ ആവാം. ശ്രീ ഷാഹു പ്രസാദ്, നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഭാവനയുടെ പുറത്ത് 35 സീറ്റ് കിട്ടും, ആ 35 സീറ്റ് കിട്ടി ഞങ്ങൾ ഇതാ ഭരിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ച് നല്ല ഉള്ളിയിട്ട് വേവിച്ച് വഴറ്റി നല്ല തേങ്ങാക്കൊത്തിട്ട ബീഫ് കറി കൊടുത്താൽ അതേ വേണമെങ്കിൽ ആ 35 സീറ്റും കളഞ്ഞിട്ട് അത് കഴിക്കാൻ വരും പെറോട്ടയും കൂട്ടി.
അങ്ങനെയാണ് കേരളത്തിലെ BJP-ക്കാർ പോലും നല്ല തേങ്ങാക്കൊത്തിട്ട ബീഫ് കണ്ടാൽ ബാക്കി എല്ലാ രാഷ്ട്രീയവും മറക്കുന്ന കൂട്ടത്തിലാണ്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി. ഇനി 35 സീറ്റുണ്ട്, ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഭാവനയാണ്. പക്ഷേ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന ടാഗ് ലൈനാണ് പ്രശ്നം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കേരള സ്റ്റോറി എന്നിടാം. ഇപ്പോൾ ഇന്നോട്ട് കേന്ദ്രം അത് കേരളം എന്നാക്കി. നാളെ നിങ്ങൾ പറയും ഇത് കേരള സ്റ്റോറി അല്ലേ, ഇത് കേരളമാണല്ലോ, ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അതാണ് നിങ്ങളുടെ ന്യായീകരണ ക്യാപ്സ്യൂൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ടാഗ് ലൈൻ ഉണ്ടല്ലോ, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഈ ട്രൂ സ്റ്റോറിയുടെ ബേസ് എന്താണ്? ഇങ്ങനൊരു ട്രൂ സ്റ്റോറിയുടെ ബേസ് എന്താണ് എന്ന് മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ ഈ പറയുന്ന കാമാക്കിയായും ആക്കിയായും ഈ കായും ഒക്കെ കൂടെ നടത്തിയ പ്രസ് മീറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ളവരടക്കം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ബേസ്, ഏത് ബേസിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സിനിമയ്ക്ക് കഥ ആഖ്യാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനില്ല. കേരള സ്റ്റോറിയുടെ റിയൽ പറയുന്ന ജീവിക്കുന്ന അതിജീവിതകൾ, ഇരകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നവരിൽ കേരളക്കാരുമില്ല. അവിടെയാണ് പ്രശ്നം. 2, ഇപ്പോൾ ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ കണ്ടാൽ ഒരു പക്ഷേ BJP-യുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇരുന്ന് CID മൂസ കണ്ട് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിരിക്കാനുണ്ട്. പക്ഷേ അത് നമുക്കും അറിയാം, ഇത് ഉണ്ടാക്കിയവനും അറിയാം. ഒരു മണ്ണുകപ്പും അപ്പൊ കേരള സ്റ്റോറി ഒന്നും ഞാൻ കണ്ട സിനിമയാണ്. ഈ ഏതെങ്കിലും തരത്തിൽ ഗുണമേന്മയില്ലെന്ന് പോട്ടെ, ഒരു മണ്ടനാക്കിയാണ് എനിക്കത് കാണാനുള്ള അതിന് പുരസ്കാരം കൊടുക്കുക, അവിടെ അവാർഡ് കൊടുക്കുക, മികച്ച സംവിധായകൻ. ഞാനത് കണ്ടില്ല ഹാഷ്മി, ഞാനത് കണ്ടില്ല. കാര്യം ഒരുപാട് ചിരിച്ചാൽ എനിക്ക് ഒരുപാട് എക്കൾ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സിനിമ കണ്ടില്ല. എനിക്കത് ഇച്ചിരി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അത് ഹെൽത്ത് ഇഷ്യൂ ആണ്, ഞാൻ അതുകൊണ്ട് കണ്ടില്ല. അങ്ങ് കണ്ടല്ലോ ഏതായാലും. അപ്പോൾ ആ കൂട്ടത്തിലുള്ള പടമാണ് ഈ പടം. അപ്പം ഞാൻ പറയുന്നത് ഇത് കേരളത്തിന് വേണ്ടി അല്ലെന്നേ, ഇവരുടെ പ്രൊപ്പഗണ്ട ഇത് വിൽക്കാൻ, ഇവർ വിൽപ്പന ചരക്കാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാശ്മീരി ആപ്പിൾ കാശ്മീരിലല്ലല്ലോ ഏറ്റവും കൂടുതൽ വിൽക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവരിത് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്, നോർത്ത് ഇന്ത്യൻ കേന്ദ്രങ്ങളിലാണ്. ഇതാ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ ഇതാണ് നടക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഒരു കാലത്ത് അവർ കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ചു, പണ്ട് ജെയിംസ് മൈക്കൽ ലിൻഡോ എന്ന് വിളിച്ചു, കേരളത്തെ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദ സ്റ്റേറ്റ് എന്ന് വിളിച്ചു. അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ, രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ യോഗത്തിൽ, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൊടിയെ പാകിസ്ഥാൻ്റെ കൊടിയാക്കി കാണിച്ചു. അതിൻ്റെ എല്ലാം ലാഭമുണ്ടായത് വയനാട്ടിലല്ല, കേരളത്തിലല്ല. അതിൻ്റെ എല്ലാം ലാഭമുണ്ടായത് ഉത്തരേന്ത്യയിലാണ്, ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ്, ഗുജറാത്തിലാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലാണ്. അവിടെയാണ് ഇതിൻ്റെ ലാഭമുണ്ടാവുന്നതെന്ന് കൃത്യമായി അവർക്കറിയാം. അത് കച്ചവടം നടത്താൻ വേണ്ടിയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്. ഇനി യഥാർത്ഥ കേരള സ്റ്റോറി എന്താ? യഥാർത്ഥ കേരള സ്റ്റോറി കാശ്മീരിൽ പാലക്കാട് വാളയാർ നമ്മൾ കണ്ടതല്ലേ ക്രിസ്മസ് സമയത്ത്. നിന്റെ പേരെന്താ, നിന്റെ സ്ഥലം എന്താ, നീ അഫ്ഗാനിസ്ഥാനിയല്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം തല്ലിക്കൊല്ലുന്നത്. അതിനുശേഷം പാലക്കാട് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം ക്രിസ്മസിന്റെ കരോൾ സംഘത്തിന് നേരെ ഈ RSSന്റെ വേട്ടപ്പട്ടികൾ ചാടി ഇറങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ. അതാണ് ഒരു സൈഡിലെ യഥാർത്ഥ കേരള സ്റ്റോറി. ഇവരുടെ സൈഡ്, ഇവരുടെ ലെൻസ് വെച്ച് നോക്കിയാൽ. രണ്ടാമത് മറ്റൊരു കേരള സ്റ്റോറി ഉണ്ട്. ഇവർക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്. ആലപ്പുഴയിൽ പോയിട്ട് പറയും, ഇതാ ഇവിടെ എയിംസ് വരും കേട്ടോ. എന്നിട്ട് കോട്ടയത്ത് വന്നിട്ട് പറയും, ഇവിടെ എനിക്ക് കുറച്ച് സ്ഥലം തരൂ, ഞാൻ ഇവിടെ എയിംസ് വരുത്താം. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പറയും, എന്നാ പിന്നെ ഇവിടെ എയിംസ് ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള പുനഃഫ്യം വിളിച്ച് പറയുന്ന ഏതാണ് നേരും വെള്ളിയാഴ്ച ഇല്ലാത്ത ഉദ്ദേശം അതല്ല, അത് പേര് കിട്ടാത്തോണ്ട് മറ്റേ പുത്രൻ എന്ന് പറഞ്ഞാണ് പറയുന്നത്. അത് വിട്ടേക്ക്. രാഹുൽ ഈശ്വർ, ഇവിടെ ഷാരൂഖ് ഖാൻ ഒരു ഷാരൂഖ് ഖാൻ സിനിമയിൽ നായികയുടെ അടിവസ്ത്രം സാഫ്രൺ കളറായി പോയി, അതുകൊണ്ട് മാറ്റി. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം മാറ്റി. ഇവിടെ ഒരു സിനിമയ്ക്കകത്ത് ജാനകി എന്നൊരു പേരിടണം, അത് മാറ്റി. ഇവിടെ ഹാൽ എന്നൊരു സിനിമയ്ക്കകത്ത് ആരോ 2 കഷ്ണം ബീഫ് ഫ്രൈ കഴിക്കുന്നു, അത് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്ന സെൻസർ ബോർഡാണ് ഇമാതിരി ഊളത്തരം പറയുന്ന ഒരു സിനിമയ്ക്ക് അനുമതി കൊടുക്കുന്നത്. എങ്ങനെയാ രാഹുൽ ഈശ്വർ? ഹാഷ്മി, സാന്ദർഭികവശാൽ ഈ ചർച്ചയിൽ ഇതുവരെ പരാമർശിക്കപ്പെട്ട 90% വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രീ ഷാബു പ്രസാദ് ജി പറഞ്ഞ ആദിവാസി മധുവിന് ആദ്യമായി സഹായം എത്തിച്ചത് 1.5 ലക്ഷം രൂപ സഹായം എത്തിച്ചത് ഞാനാണ്. ഹാഷ്മിക്കും കൂടെ ദോഷകരമായി ബാധിച്ച പാകിസ്ഥാനി പതാകകളാണ് കേരളത്തിൽ പറക്കുന്നതെന്ന കാര്യം പൊളിച്ചത് കൊയ്ന മിത്ര എന്ന ബോളിവുഡിലെ ഒരു നടിയാണ് അത് ചെയ്തത്. ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ടും ഹാഷ്മിക്ക് അയച്ചിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ ഡീബങ്ക് ചെയ്തും പൊളിച്ചതും ഞാനാണ്. അങ്ങനെ ഈ പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ജോൺ
ബ്രിട്ടാസ് സാർ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും ഒരു കാര്യം പറയാതെ വയ്യ. ഹാഷ്മിയുടെ ഇൻട്രോ ഗംഭീരമായിരുന്നു. അതിനേക്കാൾ ഗംഭീരമായ ഒരു കാര്യമേ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. അത് ജോൺ ബ്രിട്ടാസ് സാർ മുഹമ്മദ് ദീപക് എന്ന വ്യക്തിയെ പോയി കാണുകയും 150 ആൾക്കാരുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ജിം 15 പേരിലേക്ക് കുറച്ചപ്പോ ജോൺ ബ്രിട്ടാസ് സാറാണ് ആ വിഷയം റേസ് ചെയ്തത്. അദ്ദേഹത്തിന് വീണ്ടും, അതായത് ശരിക്കുമുള്ള ഹനുമാൻ ഭക്തനായ നമ്മുടെ ദീപക് കുമാർ എന്ന മുഹമ്മദ് ദീപകിന് വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് നമ്മുടെ മലയാളിയായ ജോൺ ബ്രിട്ടാസ് സാറാണെന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന കാര്യമാണ്. അതിന് ജോൺ ബ്രിട്ടാസ് സാറിന് പ്രണാമം അർപ്പിക്കും. ഇനി 2-3 പെട്ടെന്ന് വിഷയമുള്ള കാര്യങ്ങൾ. എല്ലാ സമുദായങ്ങൾക്കും ഒരു സെൻസിറ്റിവിറ്റിയോടുകൂടി നമ്മൾ കാണണം. അത് ഈ ഖുസ്കോർ പണ്ഡിറ്റ്, അത് ബ്രാഹ്മണരെ കുറിച്ചുള്ളതാണ്. ഞാനൊക്കെ ജനിച്ച സമുദായമാണ്. അത് നമ്മുടെ ബ്രാഹ്മണ സമുദായത്തെ ആണെങ്കിലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ആണെങ്കിലും ക്രിസ്ത്യൻ സഹോദരങ്ങളെ ആണെങ്കിലും ഒക്കെ നമ്മൾ റെസ്പെക്ടോടെ കാണണം. ഉദാഹരണം, ഡെവിഞ്ചി കോഡ് എന്ന ലോകപ്രസിദ്ധമായ സിനിമ വന്നപ്പോൾ ഞങ്ങളടക്കം അതിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് ഡെവിഞ്ചി കോഡ് എന്ന സിനിമയ്ക്ക് മഹത്വമില്ലാത്തത് കൊണ്ടല്ല. യേശു ക്രിസ്തു നമ്മുടെ കന്യാമറിയത്തെ കല്യാണം യേശു ക്രിസ്തു ക്ഷമിക്കണം, മഗ്ദലന മറിയത്തെ കല്യാണം കഴിച്ചു എന്നാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അത് തെറ്റാണ്. കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അപരിമിതമല്ല. ഞങ്ങളുടെ ടീമാണ് MF ഹുസൈൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പെയിന്റർക്ക് അദ്ദേഹത്തിന്റെ ചില പെയിന്റിങ്സിനെതിരെ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തു. ശ്രീ MA ബേബി സാർ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ, രാജാരിയോർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ എതിർത്തു. ഇനി 2 ഏറ്റവും പ്രധാനം, ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എതിരെ ഞങ്ങൾ സ്ട്രോങ് ആയി ക്യാമ്പയിൻ ചെയ്തു. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അധിക്ഷേപിക്കുന്ന സിനിമയായിരുന്നു. പെട്ടെന്ന് 2 വരി കൂടെ പറയാം. കേരളത്തിന്റെ മഹത്വം എന്താന്ന് നോക്കൂ. കേരളത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവായ ശ്രീദേവ് നമ്പൂതിരി ആണ് കേരള ഹൈക്കോടതിയിൽ ആദ്യമായി കേരള സ്റ്റോറി 2 എന്ന ഇസ്ലാമോഫോബിക് പ്രൊപ്പഗാൻഡ സിനിമയ്ക്കെതിരെ കോടതിയെ സമീപിക്കുന്നത്. ഫ്രെഡി എന്നൊരു ക്രിസ്ത്യാനിയും സമീപിക്കുകയുണ്ടായി. നമ്മുടെ ഒരു മുസ്ലിം സഹോദരനും അല്ല, അതിനു മുമ്പ് ഒരു ഹിന്ദുവും ക്രിസ്ത്യനുമാണ് കോടതിയെ സമീപിക്കുന്നത്. ജഡ്ജി പേര് വയസ്സാണെങ്കിൽ പോലും നമ്മുടെ ജസ്റ്റിസ് KT തോമസിന്റെ മകനാണ്, മഹാനായ ജഡ്ജിയാണ്, ജസ്റ്റിസ് ബെച്ചു കുര്യനാണ് അതിശക്തമായ രീതിയിൽ ഇത് ടീസർ പിൻവലിക്കണമെന്ന് പറയുന്നത്. അതിൽ ബെച്ചു കുര്യൻ സാർ പറയുന്ന പ്രസക്തമായ ഒരു കാര്യമുണ്ട്. കേരളം അത്രമാത്രം സെക്കുലറും പ്ലൂറലിസ്റ്റിക്കും ബഹുസ്വരവുമാണ്. നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് കേരള ഹൈക്കോടതി പോലും അത് ശക്തമായി പറയുന്നത് ഒരു പോസിറ്റീവായ കാര്യം കാണണം. നേരത്തെ ശ്രീ വസന്ത് അടക്കം സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോ ശബരിമലയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളും എല്ലാം ഈ ബഹുസ്വരമാണ്. അയ്യപ്പനും വാവരും വെളുത്തയും എന്നൊക്കെ പറയുന്നത് പോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കേസിൽ പോലും നമ്മൾ ഓർക്കേണ്ട മനോഹരമായ കാര്യം, ശ്രീദേവ് നമ്പൂതിരി എന്ന് പറയുന്ന പേരുകൊണ്ടെങ്കിലും ഹിന്ദുവും ബ്രാഹ്മണനുമായ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഫ്രെഡി എന്ന് പറയുന്ന ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളും ഒക്കെയാണ് ഇതിനെതിരെ ശക്തമായി വരുന്നത്. ഇതാണ് നമ്മുടെ ഐക്യം. കേരള സ്റ്റോറി 2 പോലെയുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ വരുമ്പോഴെങ്കിലും നമ്മുടെ ഈ മലയാളിയുടെ ഐക്യത്തിൽ ഒരുമിച്ച് നിന്ന് ഇതിലെ പ്രൊപ്പഗാൻഡ കണ്ണിനെ എതിർക്കണം. ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള സ്റ്റോറിയുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ എന്താ? 3 കുട്ടികൾക്ക് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ആ 3 പേരെ എനിക്ക് പേഴ്സണലി അറിയാം, അവരുടെ വീട്ടുകാരോടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ 32,000 പേരുടെ കള്ളക്കഥയായത് കാണിക്കുന്നു. 10,000-ലോ ലക്ഷത്തിലോ 10 ലക്ഷത്തിലോ 1-2 ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ പൊതുപരാജയമായി കാണുന്നതിന് പകരം മുസ്ലിം സഹോദരന്മാരെ കരിവാരിത്തേക്കാനും ഈ സിനിമയെ തന്നെ ഒരു ഉമ്മയും മോനും കൂടെയുള്ള ഡയലോഗ് ഒക്കെ വേറൊരു ഹിന്ദു പെൺകുട്ടിയെ കുറിച്ചൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് എനിക്ക് രക്തം തിളച്ചതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും അമ്മയാകട്ടെ അമ്മച്ചിയാകട്ടെ ഉമ്മയാകട്ടെ നമ്മൾ വിവാദത്തിലേക്ക് കൊണ്ടുവരില്ല. അത് ഭാരതത്തിന്റെ സംസ്കാരമാണ്, മാതൃത്വത്തോടുള്ള ബഹുമാനമാണ്. അപ്പോൾ ഒരു മുസ്ലിം ഉമ്മയെ വരെ അല്ലെങ്കിൽ കേരള സ്റ്റോറി ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ വരെ കോൺട്രവേഴ്സിയിലേക്കും കോൺസ്പിറസിയിലേക്കും കൊണ്ടുവരുന്നത് ഒരുതരം മനോവൈകൃതമാണ്. അപ്പോൾ ആ മനോവൈകൃതത്തെ നമ്മൾ മലയാളികൾ ഒരുമിച്ച് ചേർന്ന് എതിർക്കണം. ഇപ്പൊ മഹാത്മാഗാന്ധി പറയുന്നത് പോലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെക്കുറിച്ച് ചർച്ച വേണമെങ്കിൽ നമുക്കാകാം. അത് ഗാന്ധിജിയാണ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ അതിന്റെ പേരിൽ ഇസ്ലാമോഫോബിക് പ്രൊപ്പഗാൻഡ എടുക്കുന്നതോ ഏതെങ്കിലും മതവിരുദ്ധ പ്രൊപ്പഗാൻഡ എടുക്കുന്നതോ കേരളീയ ഭാരതീയ സംസ്കാരത്തിന് അനുയോജ്യമല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക്. ഓക്കെ രാഹുൽ. ഷൻസാരി സൂരി മതപ്രഭാഷകനാണ്. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ അടുത്ത് പോവുകയും ചെയ്തു. ഷൻസാരി, ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ വായിൽ ഭക്ഷണം കുത്തിക്കയറ്റി കൊടുക്കാറുണ്ട്. ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ്. അവർ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ അവിയലോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനോ ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, ബലം പ്രയോഗിച്ച് വായിൽ കുത്തിക്കയറ്റി കൊടുക്കലേ നിവൃത്തിയുള്ളൂ. ചിലപ്പോൾ തുപ്പിക്കളയും ചെയ്യും. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറയുകയായിരുന്നു, ഇവിടെ ശ്രീദേവ് നമ്പൂതിരി എന്ന ആൾ കൊടുത്ത ഹർജിയിലാണ് ഇവർക്ക് ഈ നുണയുടെ ടീസർ പിൻവലിക്കേണ്ടി വന്നത്. കോടതി നാളെ സിനിമ കാണാൻ പോകുന്നു. കോടതിക്ക് അത് ബോധ്യപ്പെടും, ഉറപ്പ്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശ്രീ അൻസാരി സൂരി, ഞാൻ ഈ പറയുന്ന ശ്രീദേവ് നമ്പൂതിരിയുടെ കാര്യം അന്വേഷിച്ചു. ഒരു പാവ മനുഷ്യനാണ്, ഒരു ഒതുങ്ങി നീക്കുന്ന ഏതൊരു ആക്ടിവിസ്റ്റ് ഒന്നും അല്ലാത്തൊരു പാവ മനുഷ്യൻ. ശ്രീദേവ് നമ്പൂതിരി കോടതിയിലേക്ക് ഈ സിനിമ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയെങ്കിൽ കേരളം ഭദ്രമാണ്. ശ്രീ അൻസാരി, ഈ കാമാക്യനൊക്കെ ഇവിടെ ഒന്നും വർക്കൗട്ട് ആവില്ല. ഈ ചർച്ച കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. 2014 മുതൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടല്ലേ? കേൾക്കാം.
കേൾക്കാം സർ, കേൾക്കാം. തുടക്കത്തിൽ ഷാബു പ്രസാദും ബഹുമാനപ്പെട്ട ഹാഷ്മി താജ് ഇബ്രാഹിം തമ്മിലുള്ള ആ ചർച്ച, അതിൽ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് എടുത്തുന്നയിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കലാവിഷ്കാരം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി പോകരുത് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഷാബു പ്രസാദ് ഹൃദയം തുറന്നൊന്ന് കേട്ടാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ചർച്ച ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെ പ്രതിനിധിയാകുമ്പോൾ ആ ആശയത്തെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രഷർ കൂടേണ്ടി വരുന്ന ഒരു ദുർഘട സാഹചര്യമാണ്. അതേസമയത്ത് ഒരു സ്വതന്ത്രമായി മനസ്സ് തുറന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂതകാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം ഏറ്റവും അടുത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എങ്കിൽ എത്ര സ്ഥലത്താണ് അതിന് കത്തിവെച്ചത്? ഇങ്ങനെ തുടങ്ങി എത്ര ഹാഷ്മി താജ് ഇബ്രാഹിം എണ്ണി പറഞ്ഞു. നമ്മുടെ സിനിമകളിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തതും സെൻസർ ബോർഡ് അതിന് അനുമതി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു വിഷയത്തിലേക്ക് വരാം. ഈ കലയും സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ വർത്തമാനം പറയുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലത്തിൻ്റെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയിൽ നമ്മളൊരു സമൂഹം എങ്ങനെയാകണമെന്ന ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നതാണ് സിനിമ എന്നുള്ളത്. ആ സിനിമ സത്യത്തിൽ ഒരു സമൂഹത്തിലേക്ക് ആളുകൾ അതിൻ്റെ മനോഹാരിതയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സമൂഹത്തിനിടയിൽ ഇപ്പോൾ ട്രീസർ മാത്രം നോക്കിയാൽ മതി. കേരള സ്റ്റോറിയുടെ ബീഫ് വായിൽ കുത്തി കയറ്റി കൊടുക്കുന്നൊരു സംഭവം നിഷ്പക്ഷമായി ഷാബു പ്രസാദ് ഈ ചാനൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇനി പോട്ടെ, ഒരു സ്വബോധമില്ലാത്ത ഒരു ഭ്രാന്തനായ ഒരു മുസൽമാൻ, അയാൾക്ക് സ്വബോധമില്ലാതെങ്കിലും ഏതെങ്കിലും ഒരു ബീഫ് കഴിക്കാത്ത മനുഷ്യൻ്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയ ഒരു സംഭവം ജന്മഭൂമിയിലെങ്കിലും ജനൻ ടി വിയിലെങ്കിലും അങ്ങനെ ഒരു വാർത്ത വന്നത് ഷാബു പ്രസാദ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു സംഭവമില്ല. ഈ ബീഫും മുസൽമാനുമായിട്ട് എന്ത് ബന്ധം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാനുണ്ട്? ഇസ്ലാമും ബീഫുമായിട്ട് എന്ത് ബന്ധം? പലപ്പോഴും അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഹലാലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കഴിക്കുന്നതൊക്കെ ഹലാലാകണം, അങ്ങനെ ആക്കണം എന്നൊരു നിർബന്ധമില്ല. അവൻ കഴിക്കുന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ അവനിക്ക് മറ്റുള്ളവർ വകവെച്ച് കൊടുത്തതുമായ ആഹാരം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാളെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാളെ ആഹാരത്തിൽ ഇപ്പോൾ പന്നിമാംസം, എൻ്റെ ഇടയ്ക്ക് ചർച്ച വന്നത് പന്നിമാംസം, എവിടെങ്കിലും ആരെങ്കിലുമൊക്കെ പന്നിമാംസം കഴിക്കുന്നതോ ആരെങ്കിലും വായിൽ കുത്തിക്കയറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പന്നിമാംസം കഴിച്ചതിന് പേരിൽ ആക്രമിക്കുകയോ ഇവിടെ സ്റ്റാലിടാൻ പാടില്ല അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ, ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ദുബായിലൊക്കെ പല മാളുകളിലും പന്നിമാംസം അനുവദനീയമാണല്ലോ, അവർക്ക് കഴിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ, ഇസ്ലാമിക കൺട്രീസ് വരെ. അപ്പം ഇങ്ങനെയൊക്കെ നന്നായി പോകുന്ന ഒരു നാട്ടിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിനിടയിൽ വലിയൊരു വെറി ഉണ്ടാക്കുന്നത് വഴി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി രണ്ടാമത്തത്, ഈ കേരള സ്റ്റോറിയുടെ സന്ദേശം ഇപ്പോൾ മതപരിവർത്തനമാണല്ലോ നമ്മുടെ നാട്ടിൽ ചർച്ച. നോക്കൂ, നിങ്ങൾ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ ആത്മീയമായ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ ബലം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലേ? ഈ തെറ്റിദ്ധാരണ, ഈ കള്ളം, ഷാബു പ്രസാദ് സാറിന് പോലും അറിയാം ഇത് 100% കള്ളമാണ് എന്നുള്ളത്. ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുക നിർബന്ധമായി ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ പറ്റും. കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു അങ്ങനില്ല. ഉദാഹരണം പറഞ്ഞാൽ രാജ്യത്തിന് സുപ്രീം കോടതി പിടിച്ചുകൊണ്ട് നീ ഹിന്ദു മതം സ്വീകരിക്കണം എന്നൊരാൾ പറഞ്ഞെന്ന് വിചാരിക്കുക, അയാൾ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഞാൻ തൊഴുതെന്ന് വിചാരിക്കുക, അയാൾക്ക് എങ്ങനെ എന്നെ ഹിന്ദു മത വിശ്വാസിയാക്കാൻ പറ്റും? ഇനി ഈ ഇരിക്കുന്ന രാഹുൽ ഈശ്വറിനെ തന്നെ ഞാനിങ്ങനെ സോപ്പിട്ട് പല കാരണങ്ങളെ പറഞ്ഞ് പിന്നീട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശ്രീകൃഷ്ണനും മറ്റു ഭഗവാന്മാരുമാണെങ്കിൽ അയാൾ അങ്ങനെ മുസ്ലിം ആകുക? വിശ്വാസം എന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള സംഗതിയില്ലേ? പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രസക്തമാണ്, അടിസ്ഥാനരഹിതമാണ്. അതുപോലും നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം മനസ്സിലാവും. പിന്നെ 3 പേര്, ഇപ്പോൾ രാഹുൽ ഈശ്വർ എടുത്ത് പറഞ്ഞൊരു വിഷയമാണ്, 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പല ആളുകളും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളും ഒരു യുവാവും കൂടി ഉത്തരാഖണ്ഡിൽ പോയി. എന്തിനു വേണമെന്നറിയോ? മോക്ഷം കിട്ടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും സൂയിസൈഡ് ചെയ്യുകയും പിന്നീട് ആ വാർത്ത ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നു. പക്ഷേ ഒരു ദിവസത്തെ ആയുസേ അതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടൈം ഓഫ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത, മധ്യപ്രദേശിൽ മാത്രം 1.25 ലക്ഷം സ്ത്രീകളാണ് മിസ്സിങ്. അതിൽ 50,000 പേരെ കുറിച്ച് ഒരു വിവരവുമില്ല. ഡൽഹിയിൽ 15 ദിവസത്തിനിടെ 800 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പല കോണുകളിൽ അങ്ങനെ പെൺകുട്ടികൾ മിസ്സാകുന്നുണ്ട്. ഇവിടെ 3 പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ട് എങ്കിൽ അതൊരു മതത്തിൻ്റെ തലയിൽ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം മുഴുവൻ അവൻ്റെ ഉത്തരവാദിത്തം പറയണം. മുസ്ലിമുകളാണ് അതിൻ്റെ പ്രതി. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടി 1 ആൺകുട്ടിയാണ്.
അവരാരും ഇവിടെ പോയിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇവിടെ പോകാതിരിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? പോകാതിരിക്കുന്നവർക്ക് പോകാതിരിക്കാനൊരു കാരണം ഉണ്ടല്ലോ, അതും ചർച്ച ചെയ്യപ്പെടണമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഇവിടെ സമാധാനത്തോടുകൂടി എക്കാലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഈശ്വർ സ്ഥിരമായി പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി ഒരു അപരനെ സൃഷ്ടിക്കുക. ആ അപരനെ സൃഷ്ടിക്കൽ മാത്രമാണ് ഇതല്ല. സിനിമ കൊണ്ടുവരുന്നു. നിങ്ങൾ ക്രിയാത്മകമായി മനുഷ്യരോട് മഹനീയമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഏകതാ സമ്മേളനം നടക്കുന്ന RSSന്റെ കീഴിൽ എന്തെങ്കിലും നന്മ പറഞ്ഞിട്ട് ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ കഴിയുമോ? അതേ മുസ്ലിം വരുന്നു, നിങ്ങൾ സൂക്ഷിച്ചോണം. മുസൽമാൻ നമ്മുടെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ട് പോകുന്നു. മീനച്ചിൽ നിന്ന് PC ജോർജ് പറഞ്ഞു, മീനച്ചിൽ നിന്ന് 3000-ഓളം വരുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? മീനച്ചിൽ നിന്ന് 3 പെൺകുട്ടികൾ വീട്ടുണ്ടോ? മീനച്ചിൽ ഇതെല്ലാം ഇവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി. വ്യാജം പറയാണ് ഈ പറയുന്ന പോലെ ഇത് കള്ളം പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇത് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, രാജ്യത്തിന്റെ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇവിടെ പാർലമെന്റിൽ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പിന്നെയും പറയും ഉണ്ടെന്ന് പറയും, വ്യാജമാണ്. പക്ഷേ ഷാപ്രസാദ് താങ്കളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അല്ല, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, താങ്കൾ ഫേസ്ബുക്കിലൊക്കെ സജീവമാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പം ജെൻസി എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഈ മീമും ഈ വീഡിയോ ഒക്കെ ഇറക്കി തകർക്കുകയാണ്. അവർ പറയുന്നത് ഗോതമ്പ് പൊറോട്ട എത്രയായാലും ആ സോഫ്റ്റ്നെസ് കിട്ടില്ല, എത്ര മൈദ ഇല്ലെന്ന് പറഞ്ഞാലും ആരോ ഹെൽത്തിയാന്ന് പറഞ്ഞാലും അത്ര സോഫ്റ്റ്നെസ് ഇല്ല, ഒറിജിനൽ മൈദ പൊറോട്ട തന്നെ വേണം ബീഫ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചിറക്കൊണ്ടിരിക്കുകയാണ്, കളിയാക്കി കൊല്ലുക. ഷാബു പ്രസാദ് ഇതൊക്കെ കണ്ടെങ്കിലും ഒരു മോശമായി പോലെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ടതല്ലേ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും? ശ്രീ ഷാബു, ഹാഷ്മി, ഇത് അവർ ആ നിർമ്മാതാക്കൾ തീരുമാനിക്കട്ടെ. ഇനി അവർക്ക് നാണം വേണോ, ഇറക്കണോ, വേണ്ടയോ, സിനിമ പിൻവലിക്കണോ, നാളെ പ്രദർശിപ്പിക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെന്നേ. ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യസ്ഥരാണ്. ഇനി ജെൻസി പിള്ളേർ അങ്ങനെ മീമുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവകാശമാണ്, അവർ ചെയ്യട്ടെ. അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം ബഹുമാന്യ വ്യക്തി പറഞ്ഞ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 സൈഡഡ് ആവരുതെന്ന് പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ 24ൻ്റെ ചാനൽ ചർച്ചയിൽ തന്നെയാണെന്ന് തോന്നുന്നു, ആ ജാനകി വേഴ്സസ് സിനിമയെ പറ്റിയുള്ള ചർച്ചയിൽ ഞാൻ നേരിട്ട് പറഞ്ഞാണ്, ഇവിടുത്തെ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മോക്കറിയാണ് എന്നുള്ളത്, ഒരു കോമാളിക്കൂട്ടമാണ് ഇത് എന്നുള്ളത്. ഈ 21ാം നൂറ്റാണ്ടിൽ ഈ സെൻസർ ബോർഡ്, സിനിമ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് തന്നെ 100% അനാവശ്യമായൊരു കാര്യമാണ്. ഒരു സിനിമയും ഒരു സൃഷ്ടിയും സെൻസർ ചെയ്യേണ്ടോ അല്ലെങ്കിൽ ഈ രീതിയിൽ നിരോധിക്കേണ്ടതോ അല്ല. അവ ഇറങ്ങട്ടെ, ജനങ്ങൾ കാണട്ടെ. നമ്മുടെ ജനങ്ങൾക്ക് ബോധമുള്ളവരാണ്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അങ്ങ് എന്താണ് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കൊടുമുടിയിലും ബാക്കിയുള്ളവരെല്ലാവരും പാതാളത്തിലുമാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇന്ത്യയുടെ ഭാഗമാണ്, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളവും കേരള സമൂഹവും. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനുള്ള ബോധമുണ്ട്, അത് ചെയ്യട്ടെ. ഇപ്പം കേരള സ്റ്റോറി 1 വന്നു, ഇവിടെ അത് പ്രദർശിപ്പിച്ചു, അതിനെപ്പറ്റി എതിർത്തും അനുകൂലിച്ചും ചർച്ചകളുണ്ടായി. നല്ല കാര്യം, ചർച്ചകൾ നടക്കട്ടെ. സിനിമ വന്നു, കുറച്ച് നാൾ ഓടി, അത് പോയി. ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഇനി പോട്ടെ, ഈ രാജ്യത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അതൊരു സിനിമയാണ്. സിനിമ അങ്ങനെ 4-ാം സിനിമയ്ക്ക് ഇവിടെ കേന്ദ്ര സർക്കാരിന് പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം കൊടുത്തു. ഒരു ചുക്കരിഞ്ഞുണ്ടാകുമ്പോൾ കൊള്ളാത്തൊരു സിനിമയ്ക്ക് മികച്ച സംവിധാനമുള്ള പുരസ്കാരം കൊടുക്കുന്നു. ആ സിനിമയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ പിന്തുണ അറിയിക്കുന്നു. ആ സിനിമയ്ക്ക് ടാക്സ് കട്ട് കൊടുക്കുന്നു. അതായത് ഒരു സിനിമയുടെ പ്രശ്നമല്ല, കേരളത്തെ നശിച്ച് നാനാവിധമാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രൊപ്പഗണ്ടയ്ക്ക് സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നതാണ് നമ്മുടെ വിഷമം. അല്ല, താങ്കൾ പറയുന്ന ഒരു സെൻസർ ബോർഡ് കോവാളിക്കൂട്ടമാണെന്നും ഈ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പൊട്ടന്മാരാണെന്നും ഒരു ധാരണ നമുക്കില്ല. സോറി ഫോർ ദ വാക്ക് പൊട്ടന്മാർ, ഒരു ധാരണ നമുക്കില്ല. ഷാബു, ഹാഷ്മി ഇത് 4-ാം കടയാണോ 10-ാം കടയാണോ 25-ാം കടയാണോ എന്നതൊക്കെ അത് താങ്കളുടെ അഭിപ്രായം. ഇതിന് നല്ലതാണെന്ന് അഭിപ്രായമുള്ളവർ ഈ നാട്ടിലുണ്ട്. താങ്കളുണ്ടോ? ഇത് നല്ലതാണെന്ന് അഭിപ്രായിക്കാൻ താങ്കൾക്ക് 4-ാം കട എന്ന് പറയാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ഇത് മികച്ചതാണെന്ന് പറയാനുള്ള അവകാശമുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടപ്പാ. നിങ്ങൾ അവരുടെ അഭിപ്രായത്തിന് വിലയില്ലേ? അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലയില്ലേ? ആരാണവർ? മാത്രമൊക്കെ തീരുമാനിച്ചാൽ മതിയോ? ഈ സിനിമ നല്ലതാണെന്ന് പറയുന്നവർ കേരളത്തിലിറങ്ങിയ സിനിമകൾ കാണാത്തവരാണ്. ഷാബു, പ്രഖ്യാപിക്കാൻ ഈ സിനിമ നല്ലതാണെന്ന് പറയുന്നവർ കേരളത്തിലിറങ്ങി ഒരു സിനിമയും കാണാത്തവരാണ്. അങ്ങനെ മലയാളികൾ ഉണ്ടാവുമോ? ഹാഷ്മി ഇങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ ഹാഷ്മിയും 24 ചാനലും ഒക്കെ ആരാ? നിങ്ങൾ ഇവിടുത്തെ ഒരു സിനിമ കണക്കിന് മാധ്യമങ്ങളിൽ ഒന്ന് മാത്രമാണ് എല്ലാ ദിവസവും രാത്രി ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരു സിനിമ പ്രേമി എന്ന് എനിക്ക് പറയാ. ഞാൻ 24 എന്ന് പറയുന്നതല്ല,
ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയ്ക്ക്, ആ, അത് ഒരുപാട് മതി. സിനിമകൾ ഓക്കേ. കണ്ട ആളെന്നുള്ള നിലയ്ക്ക്, അപ്പോൾ മുടങ്ങാതെ IFFK യിൽ ഒരുപാട് വർഷം പോയ ആളെന്നുള്ള നിലയ്ക്ക്, ഒരുപാട് സിനിമകൾ ഇനി അതുപോലെ കണ്ട ആളെന്ന നിലയ്ക്ക് ഈ സിനിമയ്ക്ക് യാതൊരു ഒരു ക്വാളിറ്റി ഇല്ല സാറേ. നല്ല കാര്യം, അത് നല്ല കാര്യം. അത് പൈസ അവിടെ കണ്ടാളാ ഞാൻ, പൈസ അല്ല സാറേ, മുടക്കി അത് കണ്ടാളാ ഞാൻ. നിങ്ങളുടെ അഭിപ്രായമാണെന്ന്. ആ. ഇവിടെ ആയിരക്കണക്കിന് നിങ്ങൾ മാത്രമല്ല ഈ നാട്ടിൽ സിനിമാ പ്രേമിയായിട്ടുള്ളവര്, സിനിമയെ പറ്റി അറിയാവുന്നവരുള്ളത്. അങ്ങനെ സിനിമയെ പറ്റി അറിയാവുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ആൾക്കാർ ഇത് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ടെന്നേ. ഇനി പൊതുവെ സമൂഹം തീരുമാനിക്കട്ടെ. അത് വീട് അത് കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്നിലും നാട്ടുകാരിലും അടിച്ചേൽപ്പിക്കാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു വിടുന്നു. എതിരഭിപ്രായമുള്ളവരുണ്ടാകും, അതിനെയും നമ്മുടെ നാട്ടിൽ അതിനെല്ലാം അവകാശമുണ്ട്. അതേപോലെ തന്നെ ഈ രാഹുൽ ഈശ്വർ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് പല പ്രാവശ്യം കറക്റ്റ് ചെയ്തു, എന്നാലും അദ്ദേഹം അത് വിടില്ല. ഈ കേരള സ്റ്റോറി 1 32,000 കഥ എന്ന് പറയുന്നത്. അപ്പം ഹാഷ്മി ആ സിനിമ കണ്ടതാണല്ലോ. ആ സിനിമയിൽ എവിടെയെങ്കിലും ഈ 32,000 കാര്യം പറയുന്നുണ്ടോ? ആ സിനിമയിൽ ആ 3 പെൺകുട്ടികളുടെ കാര്യമേ ഉള്ളൂ. അത് റിയൽ സ്റ്റോറിയാണിത്, അത് പറയുന്നുണ്ട്. ആ സിനിമയുടെ ടീസറിൽ അങ്ങനെ ഒരു പരാമർശമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 32,000 പേരെന്നല്ല ആ ടീസറിലും പറയുന്നത്. ഇപ്പോഴും അത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുത്തു നോക്കാം. എന്നെപ്പോലെയുള്ള 32,000 ഉണ്ടെന്നാണ് പറയുന്നത്. പോട്ടെ, ടീസറും കഴിഞ്ഞു. ഇന്ത്യയിൽ 32,000 പേര് മൊത്തത്തിൽ പോയോ? എടുത്ത് നോക്കിയോളൂ നിങ്ങൾ. ഇന്ത്യയിൽ 32,000 പേര് മൊത്തത്തിൽ പോയോ ഷാബു? എന്നെപ്പോലെയുള്ള ഇന്ത്യയിൽ 32,000 പേര് മൊത്തത്തിൽ പോയോ? അതിന്റെ പകുതി പോയോ? പകുതിയുടെ പകുതി പോയോ? പകുതി പോയോ? ഇല്ലെന്നേക്കെ കള്ളം പറഞ്ഞിട്ട് മുരുളല്ലേ ഷാബു? അങ്ങനല്ല ആ സിനിമക്കാർ. നിക്കേ ഹാഷ്മി ഞാൻ പറയുന്നത് കേൾക്ക്. അവിടെ നിന്നാണ് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായിരിക്കും, എന്തായിരിക്കാം. അത് ആ സിനിമയുടെ ടീസറുമാണ്. ആ സിനിമയുടെ കണ്ടന്റിൽ അതൊന്നും ഇല്ല. ഹാഷ്മി സിനിമ കണ്ടതല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ വെറുതെ രാഹുൽ ഈശ്വർ ഇത് തന്നെ ഓരോ അത് അദ്ദേഹത്തിന് അജണ്ട ഉണ്ടാകും. 32,000 ടീസറിൽ പിന്നെ വെട്ടി തോട്ടി കളഞ്ഞ എന്തിനാ? അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ കള്ളം കയ്യോടെ പിടിച്ചു, അപ്പോഴത്തെ ടീസറിൽ കട്ടി കളഞ്ഞു, പിന്നെ സിനിമ കാണിക്കാൻ പറ്റുമോ സാറേ? ടീസറിൽ തന്നെ കള്ളം കയ്യോടെ പിടിച്ചു, വെട്ടിക്കളയേണ്ടി വന്നു. ഇത് ഒറിജിനൽ സ്റ്റോറി എന്താണ്, ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് മാറ്റം നിർബന്ധിതമായി. അത് സിനിമ കയറ്റുവോ? അത് കള്ളം പിടിച്ചോണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല, അതിനെതിരെ വിധിയൊന്നും വന്നിട്ടില്ലപ്പാ. ഞാൻ പറഞ്ഞത് സിനിമയെ പറ്റിയാണ്. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ട്രെയിലറുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ബീഫ് ബലമായി കഴിപ്പിക്കുന്ന സംഭവം, അത് കേരളത്തിൽ നടന്ന സംഭവം അല്ല, അത് ഇൻഡോറിൽ നടന്ന സംഭവമാണ്. അത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയുമാണ്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ. അതാ ഞാൻ വേണം ഹാഷ്മിക്ക് അയച്ചു തരാം. ഇന്ത്യ ടുഡേ റിപ്പോർട്ട്. ആരതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഫേസ്ബുക്കിൽ കണ്ട ഒരാളെ പ്രണയത്തിലാവുന്നു. ഞാൻ പറഞ്ഞുതരാം. ആരതി എന്ന് പറഞ്ഞ പെൺകുട്ടി ഫേസ്ബുക്കിൽ കണ്ട ഒരാളെ പ്രണയത്തിലാവും, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് പ്രണയത്തിലാവുന്നു. ഇയാളുടെ കള്ളം എന്താണ്? ഇയാൾ സ്വന്തം കടയിൽ വർക്ക് ചെയ്തെന്നുള്ളതാണ്. ലാസ്റ്റ് മനസ്സിലായി ഇയാള് എന്തോ പൂ വിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് കല്യാണം കഴിച്ചു. അത് കുടുംബ പ്രശ്നത്തില. FIR ഇട്ടിട്ടില്ല. ഒരു FIR ഇട്ടിട്ടില്ല. അല്ല പോയത്. നിക്ക് ഹാഷ്മി നടങ്ങിക്ക്. ഹാഷ്മി ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണത്. ഫോഴ്സ് ടു ഈറ്റ് ബീഫ്, convert religion, indoor women accuses husband for love jihad. ഇത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതെ, പോലീസിലേക്ക് FIR ഇട്ടോ? റിപ്പോർട്ട് ചെയ്ത വാർത്ത. അത് കേരളത്തിലേതല്ല. അല്ല, ഞാൻ പറഞ്ഞ ആ വാർത്ത മൊത്തം വായിച്ചു നോക്ക്. ഞാൻ തലക്കെട്ട് മാത്രം വായിക്കുന്ന പ്രശ്നമാണ്. ആ വാർത്ത മൊത്തം വായിച്ചു നോക്ക്. അത് കുടുംബ പ്രശ്നമാണ്. മാത്രമല്ല പോലീസിന് മനസ്സിലായി, പോലീസ് FIR ഇട്ടിട്ടില്ല അതിനകത്ത്. ഇനി പോട്ടെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇൻഡോർ സ്റ്റോറി എന്ന് പറയാം, കേരള സ്റ്റോറി എന്ന് പറയണം. അതൊക്കെ അല്ലല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് എന്ത് തലക്ക്, തൻ്റെ സൃഷ്ടിക്ക് എന്ത് തലക്കെട്ടണം, കേരള സ്റ്റോറിയിൽ നിന്നിടണോ, ഇനി മണിപ്പൂർ സ്റ്റോറിയിൽ നിന്നിടണോ, ഇനി ചൈന സ്റ്റോറിയിൽ നിന്നിടണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടതേ. ഇനി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ചാൽ അത് ബാധ്യസ്ഥരാണ്. സിമ്പിൾ. പെട്ടെന്ന് 2 കാര്യങ്ങൾ. നമ്മൾ എങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇത് അതേ ഇന്ത്യ ടുഡേയിലുള്ള കേരള സ്റ്റോറിയെ കുറിച്ചുള്ള ഇതാണ്. കേരള സ്റ്റോറി കേരളത്തിൽ
കേരളത്തിൽ നിന്നുള്ള 32,000 പേര് ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നുള്ള ടീസർ പിൻവലിക്കാമെന്ന് കേരള സ്റ്റോറിക്കാർ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള 32,000 പേരെന്ന് തന്നെയാ പറയുന്നത്, ടീസറിലും അങ്ങനെ തന്നെയാ പറയുന്നത്. അത് പിൻവലിക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ മറുപടി പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആരോപണം മാത്രമാണ്. ഈ പെൺകുട്ടിയെ കുറിച്ച് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് വേറെ ആൾക്കാരോട് ബന്ധം ഉണ്ടായിരുന്നു, 3 തവണ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ. അതായത് യഥാർത്ഥത്തിൽ ഒരു ഡോക്യുമെന്ററി എവിഡൻസും അല്ല, ഈ പെൺകുട്ടിയുടെ അക്യൂസേഷൻ മാത്രമാണ്. ഒരാൾ പറയുന്നത് കേൾക്കൂ, അതായത് ഇൻഡോറിൽ മറുഭാഗം പറയുന്നത് കേൾക്കൂ ദയവായി. കേൾക്കൂ. അതായത് ഇത് ആരോപണം മാത്രമാണ്. താങ്കൾ പറയുന്നത് കേൾക്കൂ ആദ്യം. താങ്കൾ ആദ്യം പറയുന്നത് കേൾക്കൂ സാർ. എന്റെ സമയമാണ്. അല്ല പറഞ്ഞോട്ടെ, ഈ വാർത്തയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ആരോപണമാണ്. ഇതേപോലെ ഈ പെൺകുട്ടിക്കെതിരെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച് ഇന്ത്യ ടുഡേയുടെ സ്റ്റോറി കോടതിയിൽ എഴുതി കൊടുത്തതാണ്. ഇത് വെറും ആരോപണമാണ്. യഥാർത്ഥത്തിൽ ടോക്സിക് ഫെമിനിസത്തിന് തീവ്ര ഹിന്ദുത്വത്തിൽ ഉണ്ടാകുന്ന കുട്ടികളാണ് കേരള സ്റ്റോറി 2. അതാണ് അതിന്റെ കറക്റ്റ് സാധനം. ഒരു വരി തീർത്തോട്ടെ. ടോക്സിക് ആയ ഫെമിനിസത്തിന് തീവ്ര ഹിന്ദുത്വത്തിൽ ഉണ്ടാകുന്ന കുട്ടികളാണ് കേരള സ്റ്റോറി 1ഉം 2ഉം. അതായത് ടോക്സിക് ഫെമിനിസത്തിന്റെ ഡ്രാമയും തീവ്ര ഹിന്ദുത്വത്തിന്റെ ഇസ്ലാമോഫോബിയയും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കുന്ന കള്ള കഥകളാണിത്. ഇതിൽ തന്നെ നോക്കിയാൽ മതി. ഞങ്ങൾ ഇനിയും പോരാടും എന്നൊക്കെ പെൺകുട്ടികൾ പറയുന്നത് എന്തിനെതിരെ പോരാടും? ഇത് 100% നമ്മുടെ സംസ്ഥാനത്തെയും മുസ്ലിം സഹോദരങ്ങളെയും അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും വേണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ പച്ചക്കള്ളം എഴുതി വെച്ചിട്ട് അതിന് കേരള സ്റ്റോറി പേരിടാൻ നോക്കി അത് ആവിഷ്കാരമൊന്നും പറയണ്ട. അക്കരപ്പറമ്പിൽ ശേഖരൻ എന്നാണ് ആനയുടെ പേര്. ആനയുടെ പാപ്പാൻ സൈനുദ്ദീൻ. നോമ്പായിരുന്നു, ക്ഷേത്രോത്സവത്തിനിടയിലായിരുന്നു. നോമ്പ് തുറക്കാൻ പോകാനടുത്ത് കടയൊന്നുമില്ല. ക്ഷേത്രോത്സവത്തിലെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ട് കൊടുത്താണ്. ക്ഷേത്രപ്പറമ്പിലിരുന്ന് നോമ്പ് തുറക്കുന്ന സൈനുദ്ദീൻ്റെ ദൃശ്യങ്ങൾ വൈറലായതാണ്. അതൊക്കെയാണ് കേരളം. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ സഹോദരന്മാരെ പോലെ കഴിയും, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. തൊട്രാ പക്കലാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.